ഹായ് ഫ്രണ്ട്സ്, കോയിൻ ഫോർജ് എന്ന പ്രൊജക്റ്റിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്കറിയാം മാർക്കറ്റിൽ ഒരുപാട് ഫണ്ട് കമ്പനികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രൊജക്റ്റുകളുണ്ട് അല്ലേ. നമ്മളത് ROI സിസ്റ്റംസ് എന്ന് പറയും, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒന്നോ രണ്ടോ പ്രൊജക്റ്റുകളുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്ലാനും ഒക്കെ ആയിട്ട് കോയിൻ ഫോർജിൻ്റെ ഒരു കമ്പാരിസൺ, അതേപോലെ തന്നെ കോയിൻ ഫോർജിലേക്ക് കയറി വരാനായിട്ട് മടിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. കോയിൻ ഫോർജിലുള്ള എന്തോ ഉണ്ട്, ഒരു സംതിങ് സ്പെഷ്യൽ അതിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോലും എന്നാൽ അതൊരു ബിസിനസ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മടികൾ അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാവരുടെയും ആദ്യമേ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വീഡിയോ കുറച്ച് ലെങ്തി ആണെങ്കിലും ഒരു നല്ലൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം, നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ ഇൻകം അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അല്ലാത്തവരാണെങ്കിൽ ഇതിപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സാണ് കഴിഞ്ഞ ദിവസം എന്നെ അപ്രോച്ച് ചെയ്തത്. രണ്ടുപേരും 2 പ്രൊജക്റ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞൊരു ഏതോ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഏതോ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നാട്ടിൽ നിന്നെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരതിനെ പേരിട്ട് വിളിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് എന്നാണ്. നമുക്കറിയാമല്ലേ, ഇപ്പോൾ കോയിൻ ഫോർജിലാണെങ്കിൽ നമുക്ക് അതൊരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം ആയതുകൊണ്ട് അതിന് വ്യക്തമായിട്ട് അടിസ്ഥാനമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പോസിറ്റീവ് സൈഡ്, എന്തിനാണ് ആ കമ്മ്യൂണിറ്റി എന്നുള്ളത്. പക്ഷേ ഒരുപാട് പേര് ഇപ്പോഴും മടിച്ചു നിൽക്കുന്നത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അത് റെഫർ ചെയ്യുക എന്നുള്ളൊരു, നമ്മളത് പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് വന്നിട്ടുള്ളൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ട്. അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പല പ്രൊജക്റ്റുകളാണ്. ഞാനത് ഇത്രയും കോൺഫിഡൻസോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇത്രയും ആധികാരികമായിട്ടത് പറയാനുള്ള കാരണം അതിൽ ഒരുപാട് മോശം എക്സ്പീരിയൻസുകൾ കിട്ടിയിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിൽ ഒരു പ്രൊജക്റ്റ് എന്നെ അപ്രോച്ച് ചെയ്ത ഒരു പ്രൊജക്റ്റിൽ വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് $100 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എത്ര പേരെ വേണമെങ്കിലും റെഫർ ചെയ്യാം. അവരിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ആ ഒരു പ്രൊജക്റ്റിലേക്ക് കളക്ട് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് എൻ്റെ സുഹൃത്ത് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്, അദ്ദേഹത്തിന് കഴിഞ്ഞ 3 മാസമായി അദ്ദേഹം ആ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഡെയിലി $100 ഇൻകം വരുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ടീം ബിൽഡായിട്ടുണ്ട്. അപ്പോൾ ഇനി വെറുതെ ഇരുന്നാൽ പോലും ഡെയിലി $100 ഇൻകം വരും. നീ ചെയ്യുന്നത് ഒരു ബിസിനസ് പ്രൊജക്റ്റ് അല്ല, അതിൽ ബിസിനസ് നടക്കുമ്പോഴല്ലേ വരുമാനം വരൂ എന്നുള്ള ആ ഒരു കമ്പാരിസണിലാണ് പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് ഇതൊരു ഫ്രണ്ട്ലി ടോക്ക് പോലെ ഉണ്ടായിരിക്കാം. കാരണം നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് വളരെ കേപ്പബിൾ ആയിട്ടുള്ള ജെനുവിൻ ഇൻവെസ്റ്റേഴ്സിന് മാത്രമേ ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളൂ. അതിലാരും തന്നെ റെഫർ ചെയ്യാൻ തയ്യാറല്ല. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ എമൗണ്ടിൻ്റെ 1% ആണ് അവർക്ക് ഡെയിലി പ്രോഫിറ്റ് കിട്ടുന്നത്. പ്രോഫിറ്റിൽ ഒരു റിവാർഡായിട്ട് അല്ലെങ്കിൽ റിട്ടേൺസ് വരുന്നത്. അത് 200% ആകുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ആവും. അതായത് 200 ദിവസം അവർക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് 1% വെച്ചിട്ട് റിട്ടേൺ വരുന്നു. അത് അവിടെ വെച്ചിട്ട് അത് സ്റ്റോപ്പ് ആവും. പിന്നെ അവർക്ക് വേണമെങ്കിൽ വീണ്ടും അവർ റീഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് അതിൽ നിന്ന് റിട്ടേൺസ് വരുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം $1000 അല്ലെങ്കിൽ നമ്മൾ റൗണ്ട് ഫിഗർ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ 3 മാസം കൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളത്, അദ്ദേഹം ഡയറക്റ്റ് 100 പേരെ റെഫർ ചെയ്തിരിക്കുകയാണ് അതിലേക്ക്. $1,00,000 വെച്ചിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും പുള്ളി ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് $1,00,000 വെച്ച് 100 പേരിൽ നിന്ന് കഴിഞ്ഞ 3-3.5 മാസം കൊണ്ട് അദ്ദേഹം കളക്ട് ചെയ്ത് ഏതോ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊടുത്തു. ഈ എൻ്റെ സുഹൃത്തിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഈ ഇൻവെസ്റ്റേഴ്സിന് ഡെയിലി 1% കിട്ടുമ്പോൾ ആ കിട്ടുന്ന എമൗണ്ടിൻ്റെ 10% ആണ് ഇദ്ദേഹത്തിന് ഡെയിലി വരുന്നത്. അതായത് അദ്ദേഹം മാർക്കറ്റിൽ നിന്ന് ഓൾറെഡി 100 പേരിൽ നിന്ന് $1,00,000 എന്ന് പറയുമ്പോൾ
1 കോടി രൂപ മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്ത് ഏതോ ഒരു പ്രൊജക്റ്റിലേക്ക് അല്ലെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോമിന് കൊടുത്തു. അവിടെ നിന്ന് ഇൻവെസ്റ്റേഴ്സിന് 1000 രൂപ ഡെയിലി കിട്ടുന്നു. ഇദ്ദേഹത്തിന് റിവാർഡ് ഓൺ റിവാർഡ് എന്നുള്ള പേരിൽ 10,000 രൂപ ഡെയിലി കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എനിക്ക് തന്ന മോട്ടിവേഷൻ. പക്ഷെ ഇദ്ദേഹത്തിന് ഇദ്ദേഹം $1000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം ഒരു പ്രൊമോട്ടർ ആയതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് $2,000 വരെയാണ് റിട്ടേൺസ് വരിക. അതിലവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ടെങ്കിൽ പ്രൊമോട്ടർ ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് $4,000 വരെ റിട്ടേൺസ് വരും. പക്ഷേ ഇദ്ദേഹം ആ 4,000 എത്തിക്കഴിഞ്ഞാൽ ഇദ്ദേഹം റീഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് പിന്നീടുള്ള റിവാർഡുകളൊക്കെ ഇദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയർ? ഇതാണ് ഒരു പ്രൊജക്റ്റ്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, പിന്നെ ഇതിൽ ഏറ്റവും അതിനേക്കാൾ വലിയ രസം എന്ന് പറയുന്നത്, ഇദ്ദേഹം പറയുന്ന ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നവരൊക്കെ ഗോൾഡ് പണയം വെച്ചും കടം വാങ്ങിയും പലിശയ്ക്ക് എടുത്തിട്ടൊക്കെയാണ് ഈ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ അതിപ്പോൾ നമ്മൾ ജനറലി എല്ലാവരും പറയുന്നൊരു കാര്യം, ഒരു ഇൻവെസ്റ്റർ ഏതോ ഒരു പ്രൊജക്റ്റിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഒരു ഇൻവെസ്റ്ററാണ് ഞാൻ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളൊരു വ്യക്തിയായിരിക്കണം. വീഡിയോ സ്ലോ ആയിരിക്കാം, വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ടാണ്. അതായത് 1,00,000 രൂപ കടം വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഗോൾഡ് പണയം വെച്ചിട്ട് ആ ഒരു എമൗണ്ട് കടം വാങ്ങിയിട്ടാണ് ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇദ്ദേഹം കണക്ട് ചെയ്ത ഭൂരിഭാഗം പേരും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരെയൊക്കെയാണ് അതിൽ ഇൻവെസ്റ്റേഴ്സായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ജനറലി ഒരു കോമൺ ആയിട്ട് നിങ്ങളോട് ഒരു ചോദ്യം പോലെ ചോദിക്കുകയാണ്, ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി എപ്പോഴാണ് ഒരു ഇൻവെസ്റ്റർ ആവുന്നത്? ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, ആ പ്രൊജക്റ്റിൻ്റെ ഗ്രോത്തിനനുസരിച്ച് അല്ലെങ്കിൽ അതൊരു ഗ്രോ ചെയ്ത് ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാലാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് റിട്ടേൺസ് എടുക്കാനായിട്ട് സാധിക്കുക. ഇങ്ങനെയാണ് നമ്മളെല്ലാവരും കോമൺലി കേട്ടിട്ടുണ്ടായിരിക്കുക. പക്ഷെ നാട്ടിൽ ഈ സ്കാം പ്രൊജക്റ്റുകൾ വന്നിട്ടുള്ളത് മുഴുവൻ 10,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ കടം വാങ്ങിച്ച് അവർക്ക് കൊടുക്കുന്ന ആൾ പോലും ഇൻവെസ്റ്ററാണ്. ഡെയിലി 1%, 0.5% റിട്ടേൺസ് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അവിടെയുള്ള പ്ലാനുകളെല്ലാം റണ്ണായി പോകുന്നത്. ഇത്തരം പ്ലാനുകൾ തന്നെയല്ലേ ഇത്രയും നാൾ മാർക്കറ്റിൽ സ്കാം ആയിട്ടുള്ളത്? ഒരുപാട് പേരുടെ പണം നഷ്ടപ്പെടുത്തിയിട്ടുള്ള പ്രൊജക്റ്റുകൾ ഇങ്ങനെയല്ലേ? അതായത് നമ്മളെപ്പോലെയുള്ള മനുഷ്യരുടെ മടി, അല്ലെങ്കിൽ നമുക്ക് ഒരു എമൗണ്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡെയിലി റിട്ടേൺസ് വരും, അല്ലെങ്കിൽ അതിൻ്റെ ഡബിൾ റിട്ടേൺസ് കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു മടി, ഈ ഒരു മടിയെ തന്നെയല്ലേ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളൊക്കെ യൂട്ടിലൈസ് ചെയ്ത് സ്കാം ചെയ്ത് ഒരുപാട് പേരുടെ പണം കൊണ്ടുപോയിട്ടുള്ളത്. നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്നത് എല്ലാം ഇങ്ങനത്തെ പ്രൊജക്റ്റുകൾ തന്നെയല്ലേ? പക്ഷെ ഇന്നും ആളുകൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റുകൾ എന്ന പേരിൽ വരുന്ന, ഞാൻ ഒരിക്കലും അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് എന്ന് വിളിക്കില്ല. കാരണം തുടക്കത്തിൽ ഞാനും കരുതിയിരുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റാണ്, അതിൽ നിന്ന് ബിസിനസ്സിൽ നിന്നാണ് റിട്ടേൺസ് വരുന്നതെന്നൊക്കെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മോശം എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്, അതിൽ നിന്നൊക്കെയാണ് ഞാൻ പഠിച്ചത്. ഞാൻ ഈ ഒരു ക്രിപ്റ്റോ, സ്മാർട്ട് കോൺട്രാക്റ്റ്, ബ്ലോക്ക് ചെയിൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നുള്ളതൊന്നും ഞാനൊരു കോഴ്സിന് പോയിട്ട് പഠിച്ചിട്ടുള്ളതല്ല. ഇതെല്ലാം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്നും ആ എക്സ്പീരിയൻസ് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇതിനെ പഠിക്കാൻ ശ്രമിച്ചതുകൊണ്ട്, ഒരു കോഴ്സിന് പോയിട്ടല്ല, ഇതിൻ്റെ എക്സ്പെർട്ടുമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഈ മേഖലയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് പഠിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യം ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും കടം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരാണ്. അവർക്കൊന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ അത് കുറച്ചധികം നാളത് ഹോൾഡ് ചെയ്യാൻ, ആ ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ആകുന്നത്, എന്ത് പ്രൊജക്റ്റ് ആയിക്കോട്ടെ, അവർ പറയുന്ന പ്രൊജക്റ്റ് ഡെവലപ്പായിട്ട് അതിൽ നിന്ന് റിട്ടേൺസ് എടുക്കുന്ന രീതിയിൽ ആ ഒരു എമൗണ്ടിന് അവിടെ ഹോൾഡ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാനോ ഒന്നും ഫിനാൻഷ്യലി കപ്പാസിറ്റി ഇല്ലാത്തവരാണ്. എൻ്റെ സുഹൃത്ത്, ഇത് മാർക്കറ്റ് ചെയ്ത സുഹൃത്തിനെ സംബന്ധിച്ച് അത് ഓൾറെഡി 1 കോടി രൂപ മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തിന് മോട്ടിവേഷൻ ഡെയിലി ഏകദേശം 10,000 രൂപ അദ്ദേഹത്തിന് ഡെയിലി ഇൻകം വരുന്നു എന്നുള്ളതാണ്. എത്രത്തോളം വലിയ റിസ്ക്കാണ് അദ്ദേഹം എടുത്തുള്ളതെന്നുള്ളത് നമുക്കൊരു കോമൺ സെൻസ്, ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ പ്രൊജക്റ്റിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം എന്നോട് പറഞ്ഞ ഏറ്റവും വലിയ മോട്ടിവേഷൻ, നമ്മളെല്ലാവരും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ വ്യക്തി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റിൽ വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്,
$100 മുതൽ മുകളിലേക്കാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് അവർ സ്വീകരിക്കുന്നത്. ഓക്കെ, $100 മുതൽ $1000 താഴെ, അതായത് $999 വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കൊക്കെ ഡെയിലി 0.3% റിട്ടേൺ. അതും 2x ആണ്. ഇട്ട എമൗണ്ടിൻ്റെ ഡബിൾ റിട്ടേൺസ് കിട്ടും. $1000 അതിന് മുകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണെങ്കിൽ ഡെയിലി 0.4% റിട്ടേൺ. അത് 3x വരെ കിട്ടും. ഇട്ട എമൗണ്ടിൻ്റെ 3, അതായത് 1000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3000 നമുക്ക് റിട്ടേൺസ് കിട്ടും. അടുത്തത് $10,000 മുകളിലാണെങ്കിൽ ഡെയിലി 0.5% ആണ് റിട്ടേൺസ് വരുന്നത്. പക്ഷെ അത് 4x റിട്ടേൺ കിട്ടും. 10,000 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 40,000 റിട്ടേൺ വരും. ഇതെല്ലാം പോകുന്നത് ബിസിനസ്സിലേക്കാണെന്നുള്ളതാണ് അവർ പറയുന്നത്. അതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള സംഭവം. ഈ റെഫർ ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, നേരത്തെ പറഞ്ഞ പ്രൊജക്റ്റിലാണെങ്കിൽ ഇൻവെസ്റ്റർക്ക് ഡെയിലി കിട്ടുന്നതിൻ്റെ 10% ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഈ പ്രൊജക്റ്റ് രണ്ടാമത്തെ ഞാൻ എന്നെ അപ്രോച്ച് ചെയ്ത പ്രൊജക്റ്റിൽ പ്രൊമോട്ടർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 5% വൺ ടൈം ഇൻകം, പിന്നെ ഇൻകം ഇല്ല, പിന്നെ അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് 5% കിട്ടുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് നമ്മളൊക്കെ ബിസിനസ് ചെയ്യുന്നത് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന പ്രൊജക്റ്റ് എടുക്കുന്നു എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിച്ചത്. കോയിൻഫോർജിൻ്റെ പ്ലാൻ ഞാൻ മുൻപൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസിൽ കണ്ടിട്ടുള്ളവർക്കും അതല്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കിയിട്ടുള്ള അറിയാം അതിൽ എത്രത്തോളം ഇൻകം വരുന്നുണ്ടെന്നുള്ളത്. അത് ബിസിനസ്സായിട്ട് ചെയ്യുമ്പോൾ എത്രയാണ് അതിൻ്റെ ഇൻകം വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വെച്ചാൽ ഞാൻ ഒന്നുകൂടി ലാസ്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനം എടുക്കാം ഞാൻ ആ പ്രൊജക്റ്റ് എടുക്കണോ കോയിൻഫോർജ് ചെയ്യണോ എന്നുള്ളത്. ഇതിലൊക്കെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തു, ശരി, സമ്മതിക്കാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാത്തിനൊരു ലിമിറ്റ് വെച്ചിട്ടുള്ളത്, ഒരു ക്യാപ്പിംഗ് ലിമിറ്റ്? 1000 ഇൻവെസ്റ്റ് ചെയ്താൽ 2000 റിട്ടേൺസ് വരുന്നു, സ്റ്റോപ്പായി. പിന്നെ കിട്ടണമെങ്കിൽ നമ്മൾ എക്സാമ്പിളാണ് പറഞ്ഞത്. അപ്പോൾ 1000 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3000, ഫോർ എക്സാമ്പിൾ 3000 റിട്ടേൺ വരുന്നു എന്ന് കരുതുക. എന്തുകൊണ്ടാണ് അവിടെ ആ ഒരു ക്യാപ്പിംഗ് വരുന്നത്? നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ക്യാപിറ്റൽ അവിടെ ഉണ്ടല്ലോ, നമുക്ക് ഡെയിലി പ്രോഫിറ്റ് ആയിട്ടല്ല ഇത് വരുന്നത്. എന്തുകൊണ്ടാണ് അവിടെ ഒരു ക്യാപ്പിംഗ് വരുന്നത്? ആ ഒരു 3x കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2x കിട്ടിക്കഴിഞ്ഞാൽ, ഈവൺ ഒരു പ്രൊമോട്ടർ ആണെങ്കിൽ 4x കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം റീഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ പിന്നീട് റിട്ടേൺസ് വരുന്നുള്ളൂ. ക്യാപിറ്റൽ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഒരു ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര നാളവിടെ ക്യാപിറ്റൽ വയ്ക്കുന്നുണ്ടോ അത്രയും നാൾ റിട്ടേൺസ് കൊടുക്കാമല്ലോ. ജെന്യൂൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റിൽ എനിക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് തരാം, അല്ലെങ്കിൽ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നെക്സ്റ്റ്, ഇപ്പോൾ നമുക്ക് പിന്നെ അവർ വാദിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിൽ നിന്ന് അവർ ബിസിനസ് ചെയ്തിട്ട് നമുക്ക് തരുന്നതിനേക്കാൾ ഹ്യൂജ് ഇൻകം റിട്ടേൺസ് അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പല പല ബിസിനസ്സുകളിൽ നിന്നായിട്ട് അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് ഒരു ഇൻവെസ്റ്റർക്ക് റിട്ടേൺസ് കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് അടുത്തൊരു ആർഗ്യുമെൻ്റ് വരുന്നത്, അല്ലെങ്കിൽ വാദം വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ ഈ ഒരു മേഖലയിൽ മുന്നേ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്ന അവരുടെ അടുത്തൊക്കെ. അത്തരത്തിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സംഗതിയാണെങ്കിൽ ഇപ്പോൾ 1% അല്ലെങ്കിൽ 0.5% ഡെയിലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് റിട്ടേൺ ആണ് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് റിട്ടേൺസ് കൊടുത്തിട്ടും ഈ ഒരു പ്രൊജക്റ്റുകൾക്ക് അവരുടെ ലാഭം അവർക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പുറത്തുനിന്ന് ഇത്രയും റിട്ടേൺസ് കൊടുത്ത് എമൗണ്ട് അവർക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ലല്ലോ, ഏത് രാജ്യത്താണെങ്കിലും അവർക്ക് ലോൺ ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരിക്കും. ഏത് രാജ്യത്താണെങ്കിലും പേഴ്സണൽ ലോണോ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരു ലോൺ അറേഞ്ച് ചെയ്ത് ഈ ഒരു ബിസിനസ് അവർ ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം പ്രോഫിറ്റ് അവർക്ക് അവരുടെ കയ്യിൽ വെക്കാനായിട്ട് സാധിക്കും? ഇപ്പോൾ ഡെയിലി 1% റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി 30% ആയി. ഈ 30% അവർ ആ ലോണിലേക്ക് പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ ലോൺ ക്ലോസ് ആവും. ബാക്കിയെല്ലാം അവരുടെ സ്വന്തം ഫണ്ടാണ്. എത്രത്തോളം പ്രോഫിറ്റ് അവർക്ക് ജനറേറ്റ് ചെയ്യാൻ കയ്യിൽ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും? ഈ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് എടുത്തിട്ട് ഇത്രയധികം റിട്ടേൺസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പോലും സംസാരങ്ങൾ വരാം. പക്ഷേ ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നിങ്ങളോടത്ത് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് കോയിൻഫോർജിലേക്ക് വരാം. കോയിൻഫോർജ് നമുക്ക് ഈവൺ ഒരു, ഞാൻ ബേസാണ് പറഞ്ഞത്, ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നുള്ളൂ. ഇതിൽ നല്ല വലിയ രീതിയിൽ
ഫുൾ സ്ലോട്ടുകൾ അല്ലെങ്കിൽ 14 കോൺട്രാക്റ്റുകളൊക്കെ ആക്ടിവേഷൻ ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊന്നും ഞാൻ കടക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഇത് റെഫർ ചെയ്യേണ്ട ഒരൊറ്റ കാരണം കൊണ്ട് മടിച്ചു നിൽക്കുന്ന വ്യക്തികളുണ്ട്. അവർക്ക് രക്ഷപ്പെടണം അല്ലെങ്കിൽ കാശ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഇല്ലാതെയല്ല, ഇത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമോ എന്നുള്ളൊരു പേടിയാണ്. ഞാനിതിൽ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പ്രൊജക്റ്റിലത്തെ ആ ഒരു വ്യക്തിയുടെ എക്സാമ്പിൾ എടുക്കാം. അതായത് 100 പേരിൽ നിന്ന് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ $1000 കളക്ട് ചെയ്തിട്ടുണ്ട്. 1 കോടി രൂപ മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്ത് ഏതോ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഏതോ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ മടിയുണ്ട് അല്ലെങ്കിൽ പേടിയുണ്ടെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. കാരണം ഒരുപാട് സ്കാമുകൾ മാർക്കറ്റിൽ വന്നിട്ടുള്ളത് കൊണ്ട് ആ ഒരു സംഗതിയെ ഒരിക്കലും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാർക്കറ്റിൽ അത്തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉള്ളതാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ഒരു ഫീല്, അത്തരത്തിലുള്ള ഫീല് മാർക്കറ്റിൽ ഉള്ളതാണ്. നിങ്ങളൊരു $15 സ്റ്റാർട്ട് ചെയ്യാം. $15, അതിൻ്റെ ഒരു ഗ്യാസ് ഫീസ് അടക്കം ഒരു 1500 രൂപ, ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ ഒരു 1500 രൂപ. ഇതിപ്പോൾ ഇതിലറിയാം, അതിൽ ഒരു T3 എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റാണ്, അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ്. റെഫറൽ സിസ്റ്റം അങ്ങനെയാണ്. ഒരു 3 പേരെ റെഫർ ചെയ്യുമ്പോൾ റെഫർ ചെയ്ത വ്യക്തിക്ക് 2 പേരുടെ ഇൻകം, മൂന്നാമത്തെ ഒരു വ്യക്തിയെ കണക്ട് ചെയ്യുമ്പോൾ ഇൻകം അദ്ദേഹത്തിന് ആരാണോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുള്ളത് അങ്ങോട്ടൊരു സപ്പോർട്ടിങ് സിസ്റ്റത്തിലേക്ക് ഇൻകം പോകുന്ന രീതിയാണ്. നിങ്ങൾ തിരിച്ച് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലാൻ ഒന്നുകൂടി സംസാരിക്കുകയും ചെയ്യാം. അതായത് 3:2 ആണ് റേഷ്യോ വരുന്നത്. 3 പേരെ റെഫർ ചെയ്യുമ്പോൾ 2 പേരുടെ ബിസിനസ്സിൻ്റെ ഇൻകം ആ റെഫർ ചെയ്ത വ്യക്തിക്കും മൂന്നാമത്തെ ആളുടെ ആ റെഫർ ചെയ്ത വ്യക്തിക്ക് ആരാണോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിനാണ് ഇൻകം പോകുന്നത്. അതൊരു സപ്പോർട്ടിങ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 3:2 ആണ് നമുക്ക് ഇൻകം വരുന്ന റേഷ്യോ. നേരത്തെ പറഞ്ഞ വ്യക്തി 100 പേരിൽ നിന്ന് $1000 കളക്ട് ചെയ്ത ആളാണ്. ഞാൻ പറയുന്നു, ഇതിൽ $15 ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. എന്തിനാണ് കോയിൻ ഫോർ ദി കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മാർക്കറ്റിലേക്ക് ഒരു 100 കോടി കോയിൻ ഇറങ്ങുന്നുണ്ട്. ആ കോയിൻ ഒരുപാട് പേരുടെ കയ്യിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് ആ കോയിനൊരു വലിയ ഒരു ഹോൾഡേഴ്സ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വ്യക്തമായിട്ടുള്ള ഉദ്ദേശം എന്തിനാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. $15 കൊടുത്ത് നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് 50% നമുക്ക് കോയിൻസ് കിട്ടുന്നുണ്ട്. ഒരു ആക്ടിവേറ്ററെ സംബന്ധിച്ച്, ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ആളെ സംബന്ധിച്ച് $15 കൊടുത്ത് ഫസ്റ്റ് ബേസ് കോൺട്രാക്റ്റ് ആക്ടിവേഷൻ ചെയ്യുന്ന വ്യക്തിക്ക് 7.5 കോയിൻ അല്ലെങ്കിൽ ടോക്കൺ കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള അസറ്റാണ്. ഇനി ഇത് നിങ്ങൾ റെഫർ ചെയ്യൂ, ധൈര്യമായിട്ട് റെഫർ ചെയ്യൂ. ഒരു 1500 രൂപയുടെ കാര്യമല്ലേ. നിങ്ങളൊരു 90 പേരിലേക്ക് റെഫർ ചെയ്യൂ. എൻ്റെ സുഹൃത്ത് റെഫർ ചെയ്തത് ഡയറക്റ്റ് 1 ലക്ഷം രൂപ വെച്ചിട്ട് 100 പേരിലേക്കാണ്. നിങ്ങളൊരു $15, ഒരു 1500 രൂപ വെച്ചിട്ട് ഒരു 90 പേരിലേക്ക് റെഫർ ചെയ്യൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് 60 പേരുടെ ഇൻകം, 60 പേരുടെ കോൺട്രാക്റ്റിൻ്റെ 80% റെഫറൽ ബോണസ് ബൈ ക്യാഷ് USDT ആയിട്ട് നിങ്ങൾക്കാണ് കിട്ടുന്നത്. അതായത് 90 പേരെ $15 നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ടോട്ടലി നമുക്ക് കളക്ട് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ $1350 ആണ്. അതൊരു റൗണ്ട് ഫിഗർ ആയിട്ട് 100 രൂപ $1 വെച്ചിട്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ 1,35,000 രൂപ. അതിൽ 60 പേരുടെ കയ്യിൽ നിന്നും 80% കിട്ടുന്നത് ഈ റെഫർ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളാണ് ഇത് റെഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് 80%, 60 പേര്, അത് 3:2 റേഷ്യോ ആയതുകൊണ്ട് 60 പേരുടെ ഇൻകം വരുന്നു. അത് $720, ഓൾമോസ്റ്റ് 72,000 രൂപ നിങ്ങൾക്ക് തന്നെ കിട്ടി. ബാക്കി അതായത് 3:1 റേഷ്യോയിൽ പോകുന്നത് നിങ്ങളുടെ അപ്ലൈൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന അദ്ദേഹത്തിനാണ് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു $360 പുള്ളിക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ $1350 മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്തു. അതായത് 1,35,000 രൂപ എന്നുള്ള റൗണ്ട് ഫിഗറിൽ നമ്മൾ എടുക്കുന്നു. നമുക്ക് കിട്ടിയതും നമ്മുടെ സ്പോൺസർക്ക് കിട്ടിയ എമൗണ്ടും കൂടിയിട്ട് $1,080 സ്പോട്ടിൽ തന്നെ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. വിഡ്രോവൽ ബട്ടൺ പോലും നമ്മുടെ പ്രൊജക്റ്റിൽ നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന അതേപോലെ നമ്മുടെ Web3 വാലറ്റിലാണ്, അത് ട്രസ്റ്റ് വാലറ്റോ ടോക്കൺ പോക്കറ്റോ ഏത് വാലറ്റാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിലാണ് ക്രെഡിറ്റ് ആകുന്നത്. അപ്പോൾ ഒരു $1,080 റൗണ്ട് ഫിഗർ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു 1,80,000 രൂപ നമുക്ക്, അതായത് നമുക്കും നമ്മുടെ സ്പോൺസറിലുമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. അതും ആ സ്പോട്ടിൽ ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. ബാക്കി വരുന്നത് ഒരു $270 ആണ്. ബാക്കി വരുന്നത് ഒരു 20%, ആ ടോട്ടൽ എമൗണ്ടിൻ്റെ ഒരു 20%. ഇത് തന്നെ എല്ലാ മാസവും 1-ാം തീയതി റോയൽറ്റി അച്ചീവേഴ്സിന്
റോയൽറ്റി എമൗണ്ട് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ബാലൻസ് വരുന്നത് ആ ഒരു 27,000 രൂപയാണ് 1,35,000 നിന്ന്. 27,000 രൂപ റോയൽറ്റിയും അതുപോലെ പ്രൊഡക്റ്റ് ഫണ്ടായിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണോ നമ്മുടെ ബിസിനസ്? ആക്ച്വലി നമ്മളൊരു 1,350, അതായത് ഒരു 1,35,000 രൂപയുടെ ബിസിനസ് നമ്മൾ ചെയ്ത സമയത്ത് നമ്മുടെ പോക്കറ്റിലേക്ക് 72,000 രൂപയും നമ്മുടെ സപ്പോർട്ടിംഗ് സിസ്റ്റത്തിലേക്ക് ഒരു 36,000 രൂപയും പോയിട്ടുണ്ട്. നമ്മുടെ സപ്പോർട്ടിംഗ് സിസ്റ്റം, അത് നമ്മുടെ സ്വന്തം ബിസിനസ്സാണ്, അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം അവിടെ ഉണ്ട്. ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തേ പറ്റൂ, പേയ്മെൻറ്റ് പോകണം. ഓക്കെ, അപ്പോൾ ഇതാണോ നമ്മുടെ ബിസിനസ്? ക്ലിയർ അല്ലേ? ഇനി ഈ 90 പേരെ സിസ്റ്റം അല്ലെങ്കിൽ ബിസിനസ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ സ്വന്തം ബിസിനസ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. നമ്മുടെ സ്വന്തം ബിസിനസ് ആകുമ്പോൾ നമ്മൾ കോടികളോ ലക്ഷങ്ങളോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം സീരിയസ്നെസ് നമ്മൾ കാണിക്കുന്നുണ്ടായിരിക്കും. അതെന്താണ് ബിസിനസ് എന്ന് നമ്മുടെ സ്റ്റാഫിന് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും നമ്മൾ പഠിപ്പിക്കില്ലേ? പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കില്ല. ഇനി നമുക്കതിനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പഠിപ്പിക്കാൻ കഴിവുള്ളവർ വഴി നമ്മൾ പഠിപ്പിക്കില്ലേ? അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ 90 വരെ നെക്സ്റ്റ് ലെവലിൽ ഒരു കോൺട്രാക്റ്റ്, ഒരു $25 കോൺട്രാക്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും ആക്ടിവേഷൻ ചെയ്യണം. നമുക്ക് അവിടെ നിന്നൊരു 50% ടോക്കൺസ് കിട്ടുന്നുണ്ടായിരിക്കും. നേരത്തെ ഞാൻ പറയാൻ മറന്നു, നോർമൽ റെഫറൽ സിസ്റ്റത്തിൽ 75% നമുക്ക് അഡീഷണൽ കോയിൻസ് കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അസറ്റിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. 80% നമുക്ക് റെഫറൽ ബോണസ് ക്യാഷ്, ലിക്വിഡ് ക്യാഷിൽ USDT ആയിട്ടും 75% നമുക്ക് കോയിൻ ഫോർജിൻ്റെ അസറ്റിലേക്ക്, അതായത് 100 കോടിയിൽ നിന്നുള്ള ഒരു ഓരോ ആക്ടിവേഷനും 75% വെച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ക്ലിയർ? ഇനി നമ്മളൊരു നെക്സ്റ്റ് ലെവൽ കോൺട്രാക്റ്റ് ആക്ടിവേഷൻ, നമുക്ക് $720 ഇൻകം കിട്ടിയിട്ടുണ്ട് ഒരു 90 പേരെ കണക്ട് ചെയ്തപ്പോൾ. അതിൽ നിന്ന് നമ്മൾ $25 എടുത്തിട്ട് നെക്സ്റ്റ് ലെവൽ കോൺട്രാക്റ്റ് ആക്ടിവേഷൻ ചെയ്തു. അതിൽ നിന്നും നമുക്കൊരു 12.5 ടോക്കൺസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഈ 90 പേരെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യിപ്പിക്കുകയാണ്. അവർക്ക് ഈ പ്രൊജക്റ്റ് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അവർക്കും അവരുടെ റെഫറൻസിൽ കൂടെ നമ്മൾ ഇൻകം വാങ്ങിച്ചു കൊടുത്തു. $15 റെഫറൻസ്, 1,500 രൂപ റെഫറൻസാണ് ഓരോ വ്യക്തി എടുത്തിട്ടുള്ളത്. അത് മാക്സിമം എടുത്തോളൂ, എത്ര എടുത്തോളൂ. 1,500 രൂപയുടെ റെഫറൽ നിങ്ങൾ എത്ര എടുത്തോളൂ. ഞാൻ വളരെ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് പറയുകയാണ് കേട്ടോ. ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഞാൻ ഒരിക്കലും ചെറുതാക്കി കാണല്ല. നിങ്ങൾക്കൊന്ന് ഇതിലേക്ക് എൻ്റർ ആയിട്ട് ഇതെന്താണ്, ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കണേ. ഏത് ലോകത്തേക്കാണ് നിങ്ങൾ വന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് കയറി വരാനുള്ള ഒരു ധൈര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞൊരു $15 ഒറ്റ കോൺട്രാക്റ്റ് എടുത്തിട്ട് കയറുക. റെഫർ ചെയ്യാൻ മടിയുള്ളവർ, പേടിയുള്ളവർ, പ്രൊജക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സിസ്റ്റം ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് എംപവർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, അത് നമുക്ക് മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്യൂച്ചറിൽ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം, നോ ഇഷ്യൂ. ഇനി ഈ 90 പേരെ കൊണ്ട് നമ്മൾ ഒരു $25 ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞു. ഈ 90 പേരെ കൊണ്ട് ഒരു $25 ആക്ടിവേഷൻ ചെയ്യിപ്പിക്കാം. ഇവിടെ റെഫറൽ ബോണസും ലെവലിംഗും ആയിട്ട് മിനിമം 40% നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും ഈ റെഫർ ചെയ്യുന്ന വ്യക്തിക്ക്. അതായത് 90 പേരിൽ നിന്ന് $25 വെച്ചിട്ട് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 2,25,000 രൂപ. റൗണ്ട് ഫിഗർ ആയിട്ട് $1 100 രൂപ എന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ 2,25,000 രൂപ. ഇതിൻ്റെ 40% മിനിമം 40%, 40 to 50% ആണ് അതിൽ കിട്ടുന്നത് റെഫറൽ ഇൻകോ അതുപോലെ തന്നെ ലെയർ ഇൻകോ ആയിട്ട്. അതായത് $900 ആരാണോ ഈ 90 പേരെ കൊണ്ട് അപ്ഗ്രേഡ് ചെയ്യിപ്പിക്കുന്നത്, $25 നെക്സ്റ്റ് കോൺട്രാക്റ്റ് അപ്ഗ്രേഡ് ചെയ്യിപ്പിക്കുന്ന അവർക്ക് $900 അവരുടെ കയ്യിലാണ്. അടുത്ത ഒരു 40% ആണ് ഇവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 45% ഇതിൻ്റെ നമുക്ക് നമ്മുടെ അപ്ലൈൻസിന് പോകുന്നുണ്ടായിരിക്കാം. ഇനി നമ്മളുടെ കൂടെ വന്ന ഡൗൺലൈൻസിന് സ്പിൽ ഓവറിംഗ് ആയിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. അതായത് ഒരു 3 ലെയറാണ്, 2, 4, 8 എന്നുള്ള ലെയർ ആകുമ്പോൾ അത് സ്പില്ല് ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ സബോർഡിനേറ്റ്സിനും പോകുന്നുണ്ടായിരിക്കും, നമ്മുടെ അപ്ലൈൻസിനും പോകുന്നുണ്ടായിരിക്കും, നമ്മുടെ ടീം മെമ്പേഴ്സിനും നമ്മുടെ അപ്ലൈൻസിനും പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ 45% അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ 40 + 45 85% ഡിസ്ട്രിബ്യൂഷൻ നടന്നു. ബാക്കി ഒരു 15% ആണ് റോയൽറ്റി ആൻഡ് പ്രൊഡക്റ്റ് ഫണ്ടിലേക്ക് മാറുന്നത്. അപ്പോൾ ഇത് ഈ 90 പേരെ ഞാൻ ഫസ്റ്റ് എൻ്റെ ഒരു സുഹൃത്ത് 100 പേരെ കണക്ട് ചെയ്തു എന്നുള്ളതിലാണ് ഞാൻ ഈ 90 പേരെ കൗണ്ട് പറയുന്നത്. അത് നമുക്ക് കൂടുകയോ കുറയോ എന്ത് വേണമെങ്കിലും ചെയ്യാം, നോ ഇഷ്യൂ. അതിലൊന്നും ക്രൈറ്റീരിയകളൊന്നുമില്ല. 90 പേരെ റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് $900 പ്ലസ് ഒരു
$12 നമ്മുടെ സപ്പോർട്ടിംഗ് സിസ്റ്റത്തിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. ടോട്ടൽ നമ്മൾ 2,25,000 രൂപയായിരിക്കും പുതിയ കോൺട്രാക്ട്, സെക്കൻഡ് ലെവൽ കോൺട്രാക്റ്റ് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൽ 1,91,200 രൂപയും ഡിസ്ട്രിബ്യൂഷൻ സ്പോട്ടിൽ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ള എമൗണ്ട് റോയൽറ്റി ആൻഡ് പ്രൊഡക്റ്റ് ഫണ്ടിലേക്കും പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പോട്ടിൽ തന്നെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയാണ്. രണ്ടാമത്തെ പ്രൊജക്റ്റ് എന്നോട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി പറഞ്ഞത് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് എല്ലാവരും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നാണ്. ഇതിൽ നമ്മൾ ടോട്ടൽ കളക്ട് ചെയ്തിട്ടുള്ളത് 2 പ്രൊജക്റ്റിലേക്കും കൂടിയിട്ട് 1,00,000, അതായത് 2 കോൺട്രാക്റ്റും കൂടിയിട്ട് $15 അതുപോലെ $25 കോൺട്രാക്റ്റ് 90 പേരിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളതാകെ 3,60,000 രൂപയായിരിക്കും. നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് പോയിട്ടുള്ളത് 2,99,000 രൂപ കമ്മ്യൂണിറ്റിയിൽ. അത് നമുക്കും നമ്മുടെ സപ്പോർട്ടിംഗ് സിസ്റ്റത്തിലും സ്പോട്ടിൽ തന്നെ ഡിസ്ട്രിബ്യൂഷനും നടന്നിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ള എമൗണ്ട്, ബാക്കിയൊരു 60,000 അല്ലെങ്കിൽ 61,000 രൂപ കണക്ക് നോക്കുകയാണെങ്കിൽ അത് റോയൽറ്റി, അതായത് നമ്മുടെ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പേര് ആത്മാർത്ഥമായിട്ട് സീരിയസ് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തോ, ടീം ഡെവലപ്പ് ചെയ്തോ, ബിസിനസ് ഡെവലപ്പ് ചെയ്തോ, അവർക്ക് റോയൽറ്റി ആയിട്ടും പോകുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇത് നമ്മുടെ ബിസിനസ് അല്ലേ കോയിൻ ഫോർജ് എന്ന് പറയുന്നത്? നിങ്ങൾ കാൽക്കുലേഷൻസ് നോക്കിയൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോ. ഞാൻ ഈ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ എൻ്റെ നമ്പർ കൊടുക്കാം. അതായത് ഇത് നമ്മുടെ പ്രൊജക്റ്റ് ആണെങ്കിൽ, ഞാൻ പറയുന്നത് നമ്മളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെജോറിറ്റി ഇൻകം നമ്മുടെ പോക്കറ്റിലേക്കാണ് വരുന്നത്. അതാണല്ലോ നമ്മുടെ ബിസിനസ്. അതല്ലാതെ ഞാൻ പറയാം ഒരു ലോജിക്കും ഇല്ലാതെ നമ്മളൊരു ഇൻവെസ്റ്റർ ആണോ ചോദിച്ചാൽ അല്ല. ആണോ? നമ്മളൊരു 10,000 രൂപ 5,000 രൂപ കടം വാങ്ങിച്ചിട്ടായിരിക്കും ഒരു ROI സിസ്റ്റത്തിലൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾ ഒരിക്കലും ഒരു ഇൻവെസ്റ്റർ അല്ല. നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കപ്പാസിറ്റിയും ഇല്ല, നമുക്കൊരു ഇൻവെസ്റ്ററുടെ മൈൻഡും ഇല്ല. കാരണം ഇൻവെസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് ഡെവലപ്പ് ആയി കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൽ നിന്ന് റിട്ടേൺസ് എടുക്കുക. അതാണ് ഇൻവെസ്റ്റർ. സ്റ്റാർട്ടപ്പിലൊക്കെ വലിയ വലിയ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? കേട്ട് നമ്മൾ ന്യൂസിലും അതുപോലെ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കോടികൾ ഇന്ന സ്റ്റാർട്ടപ്പിൽ ഈ ഗ്രൂപ്പ് ഇൻവെസ്റ്റ് ചെയ്തു. അത് അവർ ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് റിട്ടേൺസ് എടുക്കാനാണ്. അതല്ലാതെ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് കൊടുത്ത് ഡെയിലി റിട്ടേൺസ് എടുത്തു കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് ഡെവലപ്പ് ആകുമോ? അതിനൊരു ലോജിക്ക് ഉണ്ടോ? ഇനി ആ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ എന്തിനാണ് നമുക്ക് അവിടെ ഒരു ക്യാപ്പിംഗ് വയ്ക്കുക? ഇത്രയും റിട്ടേൺസ് തരുള്ളൂ എന്ന് പറയുന്നത് എന്തിനാ? നമ്മുടെ ഫണ്ട് അവിടെ റിട്ടേൺസ് വരണമല്ലോ. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ അവർക്ക് ഫണ്ട് പുറത്തുനിന്ന് റേസ് ചെയ്തിട്ട് ഇതുപോലെ പബ്ലിക് ഫണ്ട് എടുക്കാതെ അവർക്കൊരു ലോൺ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതുപോലെ ചെയ്തു പോകാം. ഞാൻ പറയുന്നത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, സോ കോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്ട്സ്, ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്ട്സ് എന്ന് വിളിക്കുന്ന, ഒരിക്കലും അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് അല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കമ്പാരിസണായിട്ട് ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നത് നമുക്ക് കാശ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മളോ നമ്മുടെ ഫാമിലിയോ ഒക്കെ ഒരുപാട് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുള്ളൊരു പ്രൊജക്റ്റ് തന്നെയാണ് കോയിൻ ഫോർജ്. നിങ്ങളിതിൻ്റെ കാൽക്കുലേഷൻസ് നോക്കിക്കോളൂ. ഈ റെഫർ ചെയ്യുമ്പോൾ പേടിയുള്ളവർ, അല്ലെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ടാവുമോ എന്ന് ഒരു ആശങ്കയുള്ളവർക്കാണ് ഞാൻ പറയുന്നത്. ഒരു $15, ഒരു 1,500 രൂപ, അതായത് നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ഒരു 2 മന്തി ഒരു സോഫ്റ്റ് ഡ്രിങ്ക് മേടിച്ചാൽ ഈ എമൗണ്ടായി. ഈ എമൗണ്ടിന് നമുക്കൊരു ഗ്ലോബൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇത് പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എംപവർ നടത്തുന്ന ഓൺലൈൻ പ്രോഗ്രാമുകൾ, അറ്റ്ലീസ്റ്റ് ഓഫ്ലൈൻ ബെറ്ററാണ്, ബെസ്റ്റ് പ്രോഗ്രാമുകളാണ്. ഇനി അതിനൊക്കെ മടികളും എക്സ്ക്യൂസുകളും ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഓൺലൈൻ പ്രോഗ്രാമുകൾ മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാവും. ഇത് സ്റ്റാർട്ട് ചെയ്ത ഓരോ വ്യക്തിയുടേതുമാണ് ഈ ഒരു പ്രൊജക്റ്റ് എന്ന് മനസ്സിലാവും. കാരണം ഇതിൻ്റെ ക്രിയേറ്റർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം മാർക്കറ്റിലേക്ക് ഇറക്കാൻ ഉദ്ദേശിക്കുന്ന 100 കോടി കോയിനാണ്. ഓരോ സ്മാർട്ട് കോൺട്രാക്റ്റ് ആക്ടിവേഷൻ ചെയ്യുമ്പോഴും ആ വ്യക്തിക്ക് അവിടെ നിന്ന് എനർജി ടോക്കൺ, IT ടോക്കൺസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പാർട്ട്ണറായി നമ്മുടെ ബിസിനസ്സാണ്. നമുക്ക് ആ ഒരു അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവാനാണ് നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നത്. ഒരിക്കലും കോയിൻ ഫോർജ് നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്നില്ല. അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെയാണ് ഇൻകം, ആ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുന്നത്. സോ ഇത് നമ്മുടെ ബിസിനസ്സാണ്. നമ്മുടെ ബിസിനസ് വേറെ നമ്മുടെ ഒരു സുഹൃത്തിനെ നമ്മുടെ കൂടെ നിർത്തി ഡെവലപ്പ് ചെയ്യുന്നതിന് അത്തരത്തിലൊരു മനസ്സുള്ള ആളാണെങ്കിൽ നമുക്ക് റെഫർ ചെയ്ത് കൊടുത്തൂടെ? ഇനി ഞാൻ നന്നാവുമ്പോൾ എൻ്റെ സുഹൃത്ത് നന്നാവണ്ട, അല്ലെങ്കിൽ എൻ്റെ ഒരു ബന്ധു നന്നാവണ്ട, എനിക്ക് മാത്രം കാശുണ്ടാക്കിയാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരാണെങ്കിൽ ഓക്കെ. അല്ലാത്തവരാണെങ്കിൽ റെഫർ ചെയ്തുകൂടെ? ചെറിയൊരു എമൗണ്ടിൽ അദ്ദേഹത്തിന് വലിയൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തൂടെ?
അദ്ദേഹത്തിന് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്ക്, ഈ ഓൺലൈൻ പ്രോഗ്രാമുകൾ മുടക്കമില്ലാതെ അറ്റൻഡ് ചെയ്യും, മനസ്സിലാക്കി നിനക്ക് ഓക്കെ ആണെങ്കിൽ ഡെവലപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞൂടെ? ഇത്രയും ഫ്ലെക്സിബിളായിട്ട് യാതൊരു തരത്തിലുള്ള ടെൻഷനും ഇല്ലാതെ ഒരിക്കൽ ഒരു കോൺട്രാക്റ്റിൽ ലൈഫ് ടൈം ഒരൊറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം, ഇതിൽ നിന്ന് നമ്മൾ ഇനി കോടികൾ ഏൺ ചെയ്താലും ഒരു രൂപ പോലും നമുക്ക് ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ പഴയ നെറ്റ്വർക്ക് സിസ്റ്റത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ ടീം ഉണ്ടെങ്കിലാണ് നമുക്ക് ചിലപ്പോൾ ഒരു 10 ലക്ഷം രൂപയൊക്കെ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സിലൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റുക. കോയിൻ ഫോർജ് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഒരു വാർഡിൽ നിങ്ങൾ ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും 1 കോടി രൂപ ഏൺ ചെയ്യാൻ പറ്റും. അത് സിസ്റ്റം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതൊരിക്കലും ലിജിത്ത് പറഞ്ഞതിൻ്റെ പേരിലോ അല്ലെങ്കിൽ എംപവറിൻ്റെ ലീഡേഴ്സ് പറഞ്ഞതിൻ്റെ പേരിലോ അല്ല. ഇത് സിസ്റ്റത്തിൻ്റെ പവറാണ്. ആ സിസ്റ്റത്തിൽ എല്ലാവരും ബിലീവ് ചെയ്യുന്നത് കൊണ്ടാണ് അത്രയും ഗ്യാരണ്ടീഡ് ആയിട്ട് നമ്മുടെ എംപവറിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ലീഡേഴ്സ് ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ട് നമ്മുടെ അടുത്ത് പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് നിങ്ങൾക്കൊരു പ്രശ്നം വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. കാരണം സിസ്റ്റം അത്രയും സ്ട്രോങ് ആണ്, സേഫാണ്. ഇത് വീണ്ടും എടുത്തെടുത്ത് പറയാണ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി വീഡിയോ ലെങ്തി ആയി. ഈ ഭാഗം കണ്ടിട്ട് ഇതുവരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുള്ളവരെന്തായാലും സീരിയസ് ആയിട്ട് നല്ലൊരു ഇൻകം അല്ലെങ്കിൽ നല്ലൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു പ്ലാറ്റ്ഫോം അന്വേഷിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിലെൻ്റെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്, തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഏത് വഴിക്കാണോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തി വഴിയാണോ നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിയത് അതേ റൂട്ടിൽ തന്നെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുക, അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്യുക. വിത്ത് 100% ഓർ 200% കോൺഫിഡൻസ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കാം. ഇത് നിങ്ങളുടെ ബിസിനസ്സാണ്. നമ്മളൊക്കെ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സപ്പോർട്ടിങ് സിസ്റ്റമാണ്. ഓക്കെ, സോ നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നേറാം, ഒരുമിച്ച് നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നേടിയെടുക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ വിതിൻ ഷോർട്ട്സ് പീരീഡ് നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, നമുക്കും നമ്മുടെ ഫാമിലിക്കും. ഓക്കെ, സോ ഈ വീഡിയോ മുഴുവൻ കണ്ട എല്ലാവർക്കും വളരെ വലിയ വിജയങ്ങളുണ്ടാവട്ടെ, അതും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.